ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ മറ്റുള്ള ഡ്രൈപ്പുകളുടെ കഴിക്കാനും അതേപോലെ ഊണിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു രാത്രി മുഴുവൻ കുതിർത്തി വെച്ച കടലിട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 2 പച്ചമുളക് നീളനെ കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി സബോള നീളനെ അരിഞ്ഞെടുത്തത്, കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ചൊന്ന് വിസിലടിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം 6 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിച്ചെടുക്കാം. അടുത്തായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 1.5 സബോള നീളനെ നുറുക്കി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള വഴറ്റിയെടുക്കുന്ന സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയൊക്കെ ആവശ്യത്തിന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ഇതിനായിട്ട് സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണ്ണൊക്കെ മാറി വന്നിരുന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണ്ണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി നന്നായിട്ട് മെൽറ്റായി മസാലയിലേക്ക് ഒന്ന് സെറ്റായി കിട്ടണവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറിക്കുള്ള മസാലയൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വിസിലടിച്ച് മാറ്റി വെച്ച കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടല മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കണ സമയത്ത് തന്നെ നല്ല അടിപൊളി കടലക്കറിയുടെ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ കടലക്കറിയിൽ ആവശ്യത്തിന് ലിക്വിഡ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അല്പം നേരം കൂടി ഒന്ന് തുറന്നു വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഊണിൻ്റെ കൂടെ മാത്രമല്ല എല്ലാവിധ ഡ്രൈ പാക്കുകളുടെയും നല്ലൊരു കോംബോ തന്നെയാണ്. ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇതേപോലെ സിമ്പിളായിട്ടുള്ള കടലക്കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.